തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വളരെ ആവേശകരമായും സുഗമമായും മുന്നോട്ട് പോവുകയാണ്. ഉത്സവത്തിൻ്റെ സുതാര്യമായ നടത്തിപ്പിനായി സ്വീകരിച്ചിട്ടുള്ള നടപടികളും നിലവിലെ പുരോഗതിയും ബഹുമാനപ്പെട്ട സംഘാടക സമിതിയുടെ ചെയർമാൻ ശ്രീ രാജനും ഞാനും വിദ്യാഭ്യാസ ഡയറക്ടറും നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഇന്ന് വിളിച്ച് ചേർത്തിട്ടുള്ളത്. ആദ്യ ദിവസമായി ഇന്നലെ മത്സരങ്ങൾ അല്പം വൈകി അവസാനിക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം തന്നെ എല്ലാ കമ്മിറ്റിയുടെ യോഗം ബഹുമാനപ്പെട്ട ചെയർമാനും ഞങ്ങളെല്ലാവരും പങ്കെടുത്തുകൊണ്ട് ചേർന്ന് ഇന്നത്തെ പരിപാടിക്ക് രൂപം നൽകുകയുണ്ടായി. ഇന്ന് കാര്യങ്ങൾ വലിയൊരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭൂരിഭാഗം വേദികളും നിശ്ചയിച്ച സമയത്ത് തന്നെ മത്സരങ്ങൾ ആരംഭിച്ചു. പ്രധാന വേദി വേദി നമ്പർ 1 കൃത്യം 9:32 മത്സരം ആരംഭിച്ചു. ഞാനും ചെയർമാനും അവിടെ ഉണ്ടായിരുന്നു. കേവലം 4 വേദികൾ മാത്രമാണ് നേരിയ കാലതാമസം ഉണ്ടായിട്ടുള്ളത്. അപ്പീലുകൾ മൂലമുണ്ടാകുന്ന കാലതാമസമാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. മത്സരങ്ങൾ നിലവിലെ കണക്കുകൾ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ നിശ്ചയിച്ചിട്ടുള്ള 249 ഇനങ്ങളിൽ 91 ഇനങ്ങളുടെ ഫലം ഇതിനോടകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇനി 158 ഇനങ്ങളാണ് പൂർത്തീകരിക്കാനുള്ളത്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത വിജയികൾക്ക് അപ്പോൾ തന്നെ കളർ പ്രിൻ്റ് എടുത്ത സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പീലുകൾ ആകെ 333 ലോവർ അപ്പീലുകളാണ് ലഭിച്ചത്. ഇതിൽ 30 എണ്ണത്തിൽ കുട്ടികൾ ഗ്രേഡ് നേടുകയും തുക തിരിച്ചു നൽകുകയും ചെയ്തു. ഹയർ അപ്പീലായി ആകെ 25 എണ്ണമാണ് വന്നത്. ഇതിൽ 5 എണ്ണം അനുവദിച്ചിട്ടുണ്ട്. കലോത്സവത്തിൻ്റെ ഊട്ടുപുര വളരെ സജീവമാണ്. ഇന്നലെ 25,000-ഓളം പേർക്കാണ് ഭക്ഷണം നൽകിയിട്ടുള്ളത്. ഇന്നുച്ചയ്ക്ക് മാത്രം 17,000-ത്തിലധികം പേർക്ക് ഭക്ഷണം വിളമ്പി. ഇന്നത്തെ ദിവസം മൊത്തം 30,000-ഓളം പേർക്കാണ് ഭക്ഷണം നൽകുന്നുവെന്നാണ് കണക്ക്. കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ള 21 അക്കോമഡേഷൻ സെൻ്ററുകളിൽ നല്ല നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് ഉറപ്പാക്കിയിട്ടുള്ളത്. നിലവിൽ 1,800-ഓളം കുട്ടികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുവാൻ പരിശീലനം ലഭിച്ച 110 പേരുണ്ട് ഈ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി. താമസ സൗകര്യങ്ങളുടെ ലൊക്കേഷൻ എളുപ്പത്തിൽ കണ്ടെത്തുവാൻ ഹൈപ്പർ ലിങ്ക് അടങ്ങുന്ന ഡിജിറ്റൽ നോട്ടീസ് പുറത്തിറക്കിയത് വലിയ സഹായമായിട്ടുണ്ട്. എല്ലാ വേദികളിലും താമസ സ്ഥലങ്ങളിലും മതിയായ ടോയ്ലറ്റ്, കുടിവെള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും മുൻഗണന നൽകിക്കൊണ്ട് വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ വേദികളിലും ഡോക്ടർമാർ, ആവശ്യമായ മരുന്നുകൾ, ആംബുലൻസ്, ഫയർഫോഴ്സ് എന്നിവ സജ്ജമാണ്. പോലീസിൻ്റെ കസ്റ്റഡി നിരീക്ഷണവും 700 വളണ്ടിയർമാരുടെ സേവനവും എല്ലാ വേദികളിലും ലഭ്യമാണ്. കലോത്സവം വൻ വിജയമാക്കുവാൻ സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്നിപ്പോൾ 2ാം ദിവസമാണ്. ഇതുവരെ മറ്റൊരു പ്രശ്നങ്ങളും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പുതുതായി ഒരു കൺട്രോൾ റൂം ഇന്നലത്തെ മീറ്റിങ്ങിന് ശേഷം ആരംഭിച്ചിട്ടുണ്ട്. സോസംഘ ഓഫീസ് എല്ലാ വേദികളുമായി 1 മണിക്കൂർ ഇടപെട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രോൾ റൂം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു പ്രശ്നം, കൃത്യസമയത്ത് തന്നെ തുടങ്ങണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്.
ഉദാഹരണം ഇന്നലെയാണെങ്കിൽ രാത്രി വളരെ വൈകി ഒരു 10,000 ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി. അതൊരു ഉത്സവമാണല്ലോ. ഇന്നിപ്പോൾ ഇവിടെ ഒരു 7-8 മണിയാകുമ്പോൾ തീരും, ആളനക്കല്ലാതാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബാക്കി ബഹുമാനപ്പെട്ട ചെയർമാനാണ് മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ എന്തിനാ വെളുപ്പാങ്കാലം വരെ ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിച്ചത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അദ്ദേഹം കൂടി സംസാരിക്കും. തന്നെ നമ്മുടെ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ നടന്നു. എന്നാൽ നേരത്തെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ചില വേദികളിൽ ഇന്നലെ രാവിലെ ആരംഭിച്ച ചില മത്സരങ്ങളുടെ നേരം വൈകിയതുകൊണ്ട് ഇത്തിരി കൂടി നേരം വൈകി. എന്നാൽ ഇന്ന് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അപ്പീൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന വിഷയങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഏതാണ്ട് കൃത്യസമയത്ത് തന്നെ തീരാൻ കഴിയുന്ന വിധത്തിൽ നല്ല കൺട്രോൾ ഉണ്ടാക്കി. 4 വേദികളിൽ മാത്രമാണ് ഇന്ന് നമ്മൾ വിചാരിച്ചതിൽ നിന്ന് കുറച്ച് വൈകുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒന്ന് നാടകമാണ്. നാടകം കുറച്ചുകൂടി രാത്രിയായാൽ ആളുകൾക്ക് പെർഫോമൻസ് അവതരിപ്പിക്കാൻ പറ്റൂ എന്നൊരു പ്രശ്നം കൂടി അവർക്കിടയിലുണ്ട്. അങ്ങനെ 2-3 വേദികൾ ഒഴിച്ചാൽ ഉത്തരവാദ കലോത്സവം തന്നെയായി ഏതാണ്ട് കൃത്യനേരത്ത് നമ്മുടെ പരിപാടികൾ അവതരിപ്പിക്കാനും അവസാനിപ്പിക്കാനും കഴിയുന്ന വിധത്തിലുള്ള നല്ല ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. മാധ്യമങ്ങളുടെ നല്ല പിന്തുണ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വളരെ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. നമ്മുടെ 25 വേദികളിലും ഇന്ന് രാവിലെ തന്നെ കൃത്യതയോടുകൂടി പരിപാടികൾ ആരംഭിച്ചു എന്നുള്ളത് കൊണ്ട് ചില വേദികൾ രചനാ മത്സരങ്ങൾ അതൊക്കെ ഉൾപ്പെടെയുള്ള ചില വേദികൾ ഇതിനകം തന്നെ അവസാനിച്ചിട്ടുണ്ട്. പ്രസംഗ മത്സര വേദികൾ, രചനാ മത്സര വേദികളൊക്കെ ഇതിനകത്തു തന്നെ അവസാനിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മൾ തയ്യാറായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ വൈകുന്നേരത്തോടു കൂടി നഗരത്തിൽ സംഘാടക സമിതി തയ്യാറാക്കിയിട്ടുള്ള അലങ്കാരങ്ങൾക്ക് പുറമെ നമ്മൾ നേരത്തെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത് ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായിയും എല്ലാം ചേർന്നുകൊണ്ട് ഈ റൗണ്ടിൻ്റെ അപ്പർ ഭാഗത്തുകൂടി പൂർണ്ണമായും നഗരം ചുറ്റുന്ന വിധത്തിൽ പൂർണ്ണമായിട്ടും വൈദ്യുതാലങ്കാരങ്ങൾ വന്നതോടുകൂടി കുട്ടികൾക്കൊരു വലിയ ആവേശം യഥാർത്ഥത്തിൽ നമ്മുടെ നഗരത്തിലേക്ക് എത്തിച്ചേരാനും പോകാനും ഉണ്ടായി എന്നുള്ളത് സന്തോഷകരമാണ്. അക്കോമഡേഷൻ വേദികളെല്ലാം ഞങ്ങൾ ഇന്നൊന്ന് പോയി പരിശോധിച്ചിരുന്നു. വളരെ സന്തോഷകരമാണ്. ഇപ്പോൾ ഞാൻ ലൂർദ് സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഒരു ദിവസം കൂടി തങ്ങിയാൽ കൊള്ളാമെന്ന് കുട്ടികൾ പറയുന്ന വിധത്തിൽ നല്ല സാധാരണത്തേതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കുറേ കൂടി നല്ല ഫെസിലിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയാണെന്ന് പൊതുവായി കരുതുന്നു. നല്ല സംഘാടനത്തിൻ്റെ പിന്തുണ പഴുതടച്ച വിധത്തിൽ ആ കാര്യങ്ങൾ ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നമ്മളൊരു പ്രത്യേക ആപ്പ് പ്രോഗ്രാം കമ്മിറ്റി തന്നെ തയ്യാറാക്കി ഓരോ വേദിയിലും എത്ര മിനിറ്റ് വൈകുന്നു എന്നത് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു സംവിധാനം ഉണ്ടാക്കി. ഉച്ചയ്ക്കും ഓരോ മണിക്കൂറും ഇടവിട്ട് വേദികളിലെ പരിശോധനയൊക്കെ നടക്കുന്നതോടുകൂടി നല്ല വേഗതയിൽ മത്സരങ്ങൾ അവസാനിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പൊതുവെ തോന്നുന്നത്. മാധ്യമ പ്രവർത്തകരുടെ നല്ല പിന്തുണയ്ക്ക് സ്നേഹപൂർണ്ണമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നിർദ്ദേശമൊന്നും വന്നില്ല. പ്രസ് ക്ലബിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് നാളെ 17-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഇതേ ഹാളിൽ വെച്ച് തന്നെ ചെയ്യും. അവസാനിപ്പിക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? ശ്രദ്ധയിൽപ്പെടുത്താൻ വേറെ എന്തെങ്കിലും ഉണ്ട്? പ്രശ്നമുണ്ടോ? ഈ വർഷമാണ് കൊടുക്കുന്നത്. അത് ഈ സമാപന സമ്മേളനമാകുമ്പോൾ സ്വർണ്ണക്കപ്പും മറ്റ് കപ്പുകളും ഒക്കെ ആയിട്ട് ബഹളത്തിനിടയിൽ ഇത് അലങ്കോലമായിട്ട് അലങ്കോലമല്ല, ഒരു ശ്രദ്ധിക്കപ്പെടാതെ അതാത് പത്രങ്ങൾക്ക് മാത്രം ഒരു ഫോട്ടോ എടുക്കുന്ന കാര്യമുള്ളൂ. ഞങ്ങൾ ആലോചിക്കുന്ന 17-ാം തീയതി തന്നെ ഇവിടെ വച്ച് നടത്തിയ എന്തെന്ന് ആലോചിക്കുകയാണ്. മാധ്യമ അവാർഡ് ക്ഷണിക്കപ്പെട്ട കുറച്ച് വ്യക്തികളുടെ മുന്നിൽ പ്രസ് ക്ലബിൻ്റെയും മീഡിയ കമ്മിറ്റിയുടെയും സഹായത്തോടുകൂടി 17-ാം തീയതി വൈകുന്നേരം നമുക്ക് 5 മണിക്ക് ഇവിടെ വെച്ച് നടത്താം. എന്താ അങ്ങനെ നടത്തിക്കൂടെ? അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സമാപനത്തിന് പോയാൽ ഭയങ്കര തിരക്കായിരിക്കും. അതെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഇരുന്ന് ആലോചിച്ചതാണ് 17-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് കഴിഞ്ഞ വർഷത്തെ മാധ്യമ അവാർഡ് വിതരണം
ഇവിടെ വെച്ച് ഈ നമ്മുടെ മെയിൻ വെന്യൂവിൻ്റെ ഓപ്പൺ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നതാണ്. വിദ്യാഭ്യാസ മന്ത്രിയും റവന്യൂ മിനിസ്റ്റർ സമ്മാനം വിതരണം ചെയ്യും. അപ്പം അതിൻ്റെ അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കിയാൽ ഇന്ന് തന്നെ പറയാം. 20 നാൾ